സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അവരുടെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായി തുടരുന്നത്. നമ്മൾ മോശക്കാരാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി ഒരിക്കലും വോട്ട് ചെയ്യില്ല. ഇവിടെ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി കരുതിയിരിക്കുകയാണ്. എപ്പോഴും ഏത് സാഹചര്യത്തിലും 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിൽ കിടക്കുമ്പോൾ മറ്റൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നൊരു അഹങ്കാരം കോൺഗ്രസ് നേതൃത്വത്തിന് പിടിപെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇത്തവണത്തെ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് വിന്നബിലിറ്റി എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ വിന്നബിലിറ്റിക്ക് വിരുദ്ധമായ ഒരുപാട് സ്ഥാനാർത്ഥികളെ അവരോധിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവർ ഡെലിബറേറ്റ് ആയി അവരുടെ ഒരു കിത്തൻകിൻ അല്ലെങ്കിൽ ഒരു വേണ്ടപ്പെട്ടയാൾ എന്ന നിലക്കുള്ള പരിഗണനയാണ് വിന്നബിലിറ്റിയേക്കാൾ അവർ ഈ തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ചത് എന്നതാണ് വ്യക്തമായ കാരണങ്ങൾ. ഈ കമ്മിറ്റിക്ക് ഇരിക്കുന്ന നേതാക്കന്മാർ, അതിനകത്ത് പ്രതിപക്ഷ നേതാവുണ്ട്, അവിടെ ഉമ്മൻചാണ്ടിയുണ്ട്, അവിടെ ശ്രീ കെ.സി. വേണുഗോപാലുണ്ട്, അവിടെ പ്രതിപക്ഷ നേതാവുണ്ട്, KPCC പ്രസിഡന്റ് ഉണ്ട്. വേണുഗോപാലിന്റേതായ താല്പര്യങ്ങളുണ്ട്. അദ്ദേഹം കുറെ ആളുകളെ അദ്ദേഹം പറഞ്ഞു. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞാൻ തൃപ്തനല്ല. സ്ഥാനാർത്ഥി ചെറുപ്പക്കാരുടെയും പുതിയ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെയും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഇന്ന് വരെ ഇത്രയധികം ചെറുപ്പക്കാർ വന്നിട്ടുള്ള ലിസ്റ്റ് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല. 50% സ്ഥാനാർത്ഥികളും 25 വയസ്സിനും 50 വയസ്സിനും മധ്യേ ഉള്ളവരാണ്. ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും സ്ഥാനം കൊടുക്കും എന്ന് പറഞ്ഞത് 50%-ലധികം സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്. ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട്. അത് എങ്ങനെ പരിഹരിക്കാമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറക്കിയിട്ടില്ല. ഉജ്ജ്വലമായ പ്രവർത്തന പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ലിസ്റ്റാണിത്. രാഹുൽ ഗാന്ധിയുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ്. ഇതൊരു വിപ്ലവമാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ MLA ആയ കാലത്ത് ഞങ്ങൾ 3 പേരാണ് മത്സരിച്ചത്, ചെറുപ്പക്കാർ. ഇന്ന് 60% കേരളത്തിലെ കോൺഗ്രസ് ലിസ്റ്റിൽ ചെറുപ്പക്കാരും പുതുമുഖങ്ങളുമാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുമ്പോഴും കോൺഗ്രസിലെ തർക്കങ്ങൾ, പ്രതിഷേധങ്ങൾ തീരുന്നില്ല. കെ സുധാകരൻ നേതൃത്വത്തിൻ്റെ ശക്തനായ വിമർശകനായി കഴിഞ്ഞു. KC വേണുഗോപാലിനും മുല്ലപ്പള്ളിക്കും ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരായി പരസ്യ നിലപാടെടുത്തു. സ്ഥാനാർത്ഥി നിർണയം ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള ഏർപ്പാടാക്കി നേതാക്കൾ മാറ്റിത്തീർത്തുവെന്ന ഗുരുതര ആരോപണമാണ് കെ സുധാകരൻ ഉന്നയിച്ചത്. ഇരിക്കൂറിലെ സ്ഥിതി അങ്ങേയറ്റം വഷളായി. ശക്തി പ്രകടനവും സമാന്തര കൺവെൻഷനും ഒക്കെയായി എ ഗ്രൂപ്പ് തെരുവിലാണ്. മികച്ച പട്ടികയെന്ന് ഉമ്മൻചാണ്ടി പറയുന്ന ആ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെയാണ് എ ഗ്രൂപ്പുകാർ രോഷം കൊള്ളുന്നത്. വിപ്ലവകരമെന്ന് ചെന്നിത്തല പറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നത്. തർക്കമൊഴിയാത്ത കോൺഗ്രസിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസ് പരസ്പര ധാരണയെന്ന് മുഖ്യമന്ത്രി. നിയമത്തെ കൃത്രിമ പ്രതീകമാക്കുന്നവർ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ വോട്ടുകൾ എവിടെ പോയെന്ന് പറയണമെന്ന് മുഖ്യമന്ത്രി. ഇന്ത്യൻ ജനാധിപത്യത്തെ BJP വിലയ്ക്ക് വാങ്ങാനാവുന്ന വിൽപ്പന ചരക്കാക്കി. BJPക്ക് തങ്ങളെ വിറ്റവരാണ് കോൺഗ്രസുകാർ. LDFന്റെ മുന്നേറ്റം എതിരാളികളെ ഭയപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി. BJP നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് RSS സൈദ്ധാന്തികൻ R. ബാലശങ്കർ. BJP സംസ്ഥാന നേതൃത്വത്തിന് മാഫിയ സ്വഭാവമെന്ന് ബാലശങ്കർ. നേതാക്കൾ മാഫിയകളെ പോലെ പെരുമാറുന്നവർ. അടുത്ത 30 കൊല്ലത്തേക്ക് കേരളത്തിൽ BJPക്ക് വിജയ സാധ്യതയില്ലെന്നും ബാലശങ്കർ. വൈകാരിക പരാമർശമെന്ന് പറഞ്ഞ് തള്ളി കെ. സുരേന്ദ്രൻ. ഇരിക്കൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ കലാപം. സോണി സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് എ ഗ്രൂപ്പിന്റെ സമാന്തര കൺവെൻഷൻ. സജീവ് ജോസഫ് അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയെന്നും കൺവെൻഷൻ. സ്ഥാനാർത്ഥി പട്ടികയിൽ തൃപ്തിയില്ലെന്ന് ആവർത്തിച്ച് കെ. സുധാകരൻ.
സമവായ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് KC ജോസഫ്. സുധാകരനെ തള്ളി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും. കേരളത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കോവിഡ് 37% കുറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറഞ്ഞതിൽ കേന്ദ്രത്തിന്റെ അഭിനന്ദനം. കോവിഡിനൊപ്പം സൂര്യാഘാതം അനുഭവപ്പെടാതിരിക്കാനും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. ഇന്ന് 1970 പേർക്ക് കോവിഡ്, 2884 പേർക്ക് രോഗമുക്തി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. അണക്കെട്ടിന്റെ സുരക്ഷ അതീവ പ്രാധാന്യമുള്ളത്. ജലനിരപ്പ് അടക്കമുള്ള വിവരങ്ങൾ തമിഴ്നാട് മേൽനോട്ട സമിതിക്ക് കൈമാറണമെന്നും സുപ്രീം കോടതി. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ലാൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ. ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന പ്രതിഷേധങ്ങളും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കട്ടെ. പൊതുവെ ഈ പട്ടിക പരിശോധിച്ചാൽ ഉയരുന്ന പരാതികളിൽ കഴമ്പുണ്ടോ? ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏകാഭിപ്രായമല്ല എന്നാണ് ശ്രീ K സുധാകരന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ എന്നെ പോലെയുള്ള കോൺഗ്രസുകാർക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ കിറ്റൻ കിന്നിനെ തിരികെ കയറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നേതാക്കന്മാരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം ആക്ഷേപിച്ചിട്ടുണ്ട്. അത് എല്ലാം വിന്നബിലിറ്റി ആണ് മാനദണ്ഡം എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ എടുക്കുമ്പോൾ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പോലും ഇത് ഒരു പൂർണ്ണ തൃപ്തിയുള്ള ഒരു ലിസ്റ്റായി കാണാത്തിടത്തോളം കാലം ഈ ലിസ്റ്റിൽ അതൃപ്തി ഉള്ള കോൺഗ്രസുകാർ നാട്ടിൽ കണ്ടാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് അത്തരം ഒരു പ്രതികരണം ഉണ്ടായാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല UDFും കൂടി ചേർത്ത് ചില മണ്ഡലങ്ങൾ ഞാനൊന്ന് താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇത് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ, താങ്കളിപ്പോൾ പരാമർശിച്ച, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ മുല്ലപ്പള്ളി, ഈ മൂന്നാളുകളും പറയുന്നത് മുൻപും എല്ലാ കാലത്തും ഇത്തരം പ്രതിഷേധങ്ങളും പരാതികളും ഉണ്ടാകാറുണ്ടല്ലോ. സ്വാഭാവികമാണ്, നമ്മൾ കാണുന്നത് പൊടുന്നനവേ പൊട്ടിപ്പുറപ്പെട്ടതൊന്നുമില്ല. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ. ആ ഒരു ആനുകൂല്യം ഇത്തവണ എന്തുകൊണ്ട് നൽകാനാവില്ല K സുധാകരനെ പോലെയുള്ളവർക്ക്? അല്ലെങ്കിൽ ആ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് താങ്കളെ പോലെയുള്ളവർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നേതാക്കൾ പറയുന്ന ആനുകൂല്യം നൽകാനാകാത്തത്? കാരണം ഇപ്പോൾ ലതിക സുഭാഷിൻ്റെ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഏറ്റവും അധികം തിളച്ചു നിൽക്കുന്ന ഇരിക്കൂർ, അതുപോലെ മലമ്പുഴയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നാണക്കേടുണ്ട്, രാഷ്ട്രീയമായൊരു നാണക്കേടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ, താങ്കളുടെ തന്നെ ജില്ലയിലെ എലത്തൂര്, ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതും ഇന്ന് കോടിയേരിയെ പോലെയുള്ള നേതാക്കളൊക്കെ അതേക്കുറിച്ച് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞത് എലത്തൂര് കാപ്പൻ്റെ പാർട്ടിക്കാണ് നൽകിയിരിക്കുന്നത്. തെക്ക് നിന്നൊരു നേതാവ്, അദ്ദേഹം പറഞ്ഞത് ഇന്നോവ പിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്, ഈ കണക്കിന് പോയാൽ അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തായി പോകും എന്ന് ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ സന്ദർഭവശാൽ ഓർത്ത് താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നു. അതുപോലെ കൊടുവള്ളി, ഇന്ന് കോടിയേരിയും അതേക്കുറിച്ച് പറയുന്നത് കേട്ടു. കൊടുവള്ളിയിൽ UDF സ്വതന്ത്രൻ എന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ ലീഗ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കളമശ്ശേരി സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം, ഇങ്ങനെ ഈ മണ്ഡലങ്ങളെല്ലാം പതിവില്ലാത്ത വിധം ഗൗരവമുള്ള ഒരു പ്രശ്നം കോൺഗ്രസിനും UDFിനും മുമ്പിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനെ തെരഞ്ഞെടുപ്പിനെ 2 തരത്തിൽ ആണ് രാഷ്ട്രീയ പാർട്ടികൾ നേരിടുക. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക,
ജനാധിപത്യ സംവിധാനത്തിന്റെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കുള്ള പ്രതിഷേധം അല്ലെങ്കിൽ എതിരെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മത്സരിക്കുക. അത് നമ്മൾ നിയമസഭയിലൊക്കെ കാണുന്നുണ്ട്. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുക, രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് മത്സരം ഉണ്ടാവുക, തോൽക്കുമെന്ന് അറിയുന്നെങ്കിലും അവിടെ മത്സരം ഉണ്ടാകുന്നുണ്ട്. അതെന്തിനാണ്? ഞങ്ങൾക്ക് ഈ തീരുമാനത്തിനോട് എതിർപ്പുണ്ട്, ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായിട്ടാണ് അതിനെ ജനാധിപത്യവാദികൾ എല്ലാം നിരീക്ഷിക്കുന്നത്. അതുപോലെയും ഒരു തെരഞ്ഞെടുപ്പിനെ, അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഒക്കെ വേണമെങ്കിൽ നിരീക്ഷിക്കാം. പക്ഷേ കോൺഗ്രസ് UDFും ഈ തെരഞ്ഞെടുപ്പ് ഭരണം തിരികെ വാങ്ങുന്നതിനു വേണ്ടി, ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും നമ്മളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ച, ശരത് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മമായ ഒരു പരിശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്, UDFന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനെ പണ്ട് ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ലാഘവത്തോടു കൂടിയുള്ള മറുപടിയിൽ അതിനെ തൃണവൽഗണിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ തൃണവൽഗണിച്ചാൽ ഉണ്ടാകാവുന്ന വിപത്ത് കോൺഗ്രസ് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നേടിയെടുക്കുന്നതിനുള്ള തടസ്സമുണ്ടാകും എന്നാണ് എൻ്റെ ഉൾഭയം. അതിലിപ്പോൾ ഉദാഹരണത്തിന് ലതിക സുഭാഷിൻ്റെ പ്രശ്നം ഒന്ന് എടുത്താൽ മനസ്സിലാവുന്നൊരു കാര്യം, ലതിക സുഭാഷ് അല്ലേ, സീറ്റ് കൊടുത്തില്ലെങ്കിലും നമ്മളൊന്ന് വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്ന് ഒരു മനോഭാവത്തിലേക്ക് വ്യക്തികളെ, പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയ പ്രവർത്തകരെ ഈ നേതാക്കൾ ചെറുതാക്കി കാണുന്നുണ്ടോ? ഞാനത് ചോദിക്കുമ്പോൾ ശ്രീ സുരേഷ് ബാബു എന്ന ബഹുമാന്യനായ മുതിർന്ന രാഷ്ട്രീയ നേതാവ് പോലും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സ്പേസ് എവിടെയാണ്, എന്താണ് എന്നൊരു വലിയ ചോദ്യം കൂടി ആകാംക്ഷയോടെ രാഷ്ട്രീയം അറിയുന്നവർ തിരക്കുന്നുണ്ടാവും. അത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആളുകളോട് ചെയ്താലും അവരങ്ങ് സഹിച്ചുകൊള്ളും എന്ന് കരുതുന്ന ഒരു പരമാവധിയിൽ നേതൃത്വങ്ങൾ മാറാമോ? അതും കേരളത്തിലെ സംഘടനാ രംഗത്തെ കോൺഗ്രസിന്റെ ഒരു പ്രശ്നമാണോ? അത് കുറച്ചു കാലമായി നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പല തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി മോഹിയല്ലാത്തത് കൊണ്ട് എനിക്ക് അത്തരം അനുഭവങ്ങളൊന്നുമില്ല. പിന്നെ വിളിച്ചു സംസാരിക്കുക, ആളുകളെ ബോധ്യപ്പെടുത്തുക, നേതൃത്വത്തിലുള്ള ആളുകളും ഇത്തരം ബഹുജന പിന്തുണയ്ക്ക് വേണ്ടി ജനങ്ങളുടെ സമക്ഷം സമർപ്പിക്കേണ്ടുന്ന ആളുകളുടെ അഭിപ്രായം തേടുക, ഇങ്ങനെ തുടങ്ങി കാലങ്ങളായ കീഴ്വഴക്കങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലംഘിക്കപ്പെട്ടു വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലതിക സുഭാഷിനോട് സംസാരിച്ചിട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ലതിക സുഭാഷും പറഞ്ഞത് അതാണ്, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഈ സീറ്റ് ഉണ്ടാവുകയില്ല എന്നുള്ളതെന്ന് പറഞ്ഞതായിട്ട് ഞാൻ TV-യിലോ മറ്റോ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അത്തരമൊരു സംവിധാനമാണ് ഇപ്പൊ പാർട്ടിയിൽ നിലനിൽക്കുന്നത്. അതൊരു ശുഭോദർക്കമായ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ് എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ ഈ 2, 3, 4 നേതാക്കന്മാർ കഴിഞ്ഞാലുള്ള ബാക്കിയുള്ളവരെ അതിന്റെ ഒരു ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയി കൊണ്ടുപോകുന്നത് യുക്തിസഹമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇത്രയേറെ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളെപ്പോലെയൊക്കെയുള്ള അനുഭവ സമ്പത്തുള്ള നേതാക്കൾ, വിശേഷിച്ച് ഇത്തരം പാർലമെന്ററി വ്യാമോഹങ്ങളൊന്നുമില്ലാതെ ഈ കാലയളവിൽ, ഞാനൊരു ആരെയും മോശക്കാരാക്കി പറയുന്നതല്ല, ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാലത്ത് ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും ആരെയും കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം ഈ പട്ടികയ്ക്കെതിരായോ പട്ടികയെക്കുറിച്ചോ ഒന്നും പറയാൻ അവർ തയ്യാറാവുന്നില്ല. കാരണം ആ പട്ടികയിൽ ഉണ്ടാകുമെന്നൊരു പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ, അത്തരം മോഹങ്ങളില്ലാതെ, അങ്ങനെ അമിത താല്പര്യങ്ങളില്ലാതെ പൊതുപ്രവർത്തനം നടത്തുന്നുവെന്ന് താങ്കൾ പറയാൻ ഒരു മടിയും കാട്ടാതെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്ക് നടത്താൻ കഴിഞ്ഞ ആളാണോ? താങ്കളോട് ആ നിലയിൽ നേതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? അല്ല, അതിനൊരു അവസരം ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനടക്കമുള്ള ഒരു സമിതി, KPCC നിർവാഹക സമിതിയാണ്. ആ യോഗം ചേർന്നതായി എനിക്കറിവില്ല. എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ടെലിഫോണിൽ പോലും എന്നോടൊന്ന് വിളിച്ച്
ഈ കാര്യം അറിയിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയേണ്ടിയും വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പോട്ടെ, ഈ കോഴിക്കോട് ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും DCC സംവിധാനത്തിലോ പ്രധാനപ്പെട്ട നേതാക്കളോ ജില്ലയിൽ താമസിക്കുന്ന ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയല്ല, എങ്കിലും കോഴിക്കോട് ജില്ലയുടെ കാര്യത്തിലെങ്കിലും താങ്കളുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ആരെങ്കിലും തയ്യാറായോ? കേൾക്കാൻ തീരുമാനിക്കണം എന്ന് ഞാൻ പറയുന്നു, കേൾക്കാനെങ്കിലും. കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി വിശാലമായ ഒരു ക്യാൻവാസ് ആണ്. ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു, കോഴിക്കോട് നോർത്ത്. അവിടുത്തെ പോലും ആരും അന്വേഷിച്ചിട്ടില്ല. നേതാക്കന്മാർ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്ന പലരും വന്ന് പിന്നെ താങ്കള് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ആകാൻ ആഗ്രഹിക്കുന്നവര്. പക്ഷെ തീരുമാനത്തിലേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ അതിന് രൂപപ്പെട്ട കമ്മിറ്റികളിൽപ്പെട്ട ആളുകളോ ഒന്നും തന്നെ ഇതുവരെ ഒരു അന്വേഷണം എന്നോട് നടത്തിയിട്ടില്ല. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു പൊതു സാഹചര്യത്തിൽ എന്താണ് താങ്കളുടേതായ ഒരു അനുഭവം എന്നറിയാൻ വേണ്ടി മാത്രം ഞാനത് ചോദിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ലാൽകുമാർ, അദ്ദേഹം പറഞ്ഞത് കേട്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് ശ്രീ കെ സുധാകരൻ്റെ വിമർശനം കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ചത്, ഏതാണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച മുമ്പ് ഇപ്പോൾ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിക്കളയും എന്ന് പറയുന്നൊരു വലിയ പ്രതീതി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു കെ സുധാകരനെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം നേരെ വയനാട്ടിൽ പോകുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നു, അതിനുവേണ്ട മരുന്ന് കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കോൺഗ്രസ് ഇന്നാരും പുറത്തോട്ട് പോവില്ല, കൊഴിഞ്ഞു പോകില്ല, BJP പോകില്ല, LJD പോവില്ല, ഇടതുപക്ഷത്തിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കില്ല, അതിനുള്ള മരുന്നെല്ലാം കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. നേരെ AV ഗോപിനാഥിനെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കുന്നു, കൈപിടിച്ച് എല്ലാ ഉറപ്പും ശക്തിയോടെ നൽകുന്നു, പരിഹരിച്ചെല്ലാം മുന്നോട്ട് പോകുമെന്ന് ആത്മവിശ്വാസം പകരുന്നു. AV ഗോപിനാഥ് ഇന്നും കാത്തിരിക്കുകയാണ്. ഒരു നേതാവിൻ്റെ, ഒരു രക്ഷകൻ്റെ, ഒരു സംഘാടകൻ്റെ റോളിലേക്ക് മാറുന്ന കെ സുധാകരനെ കണ്ടതാണ്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ആ കെ സുധാകരൻ ഇന്ന് AV ഗോപിനാഥായും വയനാട്ടിൽ നിന്ന് കൊഴിഞ്ഞുപോയവരെ പോലെയും വിലപിക്കുന്ന രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ഒരാളായി ഈ ലിസ്റ്റിൽ ഒരു തൃപ്തിയും തനിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്ക് മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. ഞാൻ വിചാരിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്ന കെ സുധാകരനാണെന്നാണ് അദ്ദേഹം തന്നെ നമ്മളെയൊക്കെ ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇന്ന് കണ്ട ഒരു ഗൗരവമുള്ളൊരു മാറ്റം. ലാൽകുമാർ, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ സുധാകരൻ യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു. ചെയ്യാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ ജാതി പരാമർശം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ നടത്തി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പിതാവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അത് എന്തിനാണ് അദ്ദേഹം അവതരിപ്പിച്ചതെന്ന് നമുക്ക് അന്ന് തന്നെ മനസ്സിലായതാണ്. ജാതി പരാമർശം നടത്തുന്നു, മുഖ്യമന്ത്രിയെ ഇകഴ്ത്തി കാണിക്കുക, മുഖ്യമന്ത്രിയുടെ പിതാവിനെ ഇകഴ്ത്തി കാണിക്കുക ഒന്ന്. അതുകൂടാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ എതിർക്കാൻ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നൊന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ പോകുന്നു, അവിടുന്ന് ഇപ്പൊ ശരിയാക്കി തരും എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. എനിക്ക് അന്ന് ഉറപ്പായിരുന്നു ഇവിടെ KC വേണുഗോപാലിനെ പോലുള്ള അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാർ അവിടെ ഉള്ളപ്പം ഒരു കാരണവശാലും സുധാകരൻ കേരളത്തിലെ KPCC പ്രസിഡന്റ് ആകത്തില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അപ്പം തമ്പുരാനും ചിറ്റപ്പനും സുഭദ്രയും കൂടെ ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. 6-ാം തമ്പുരാനിലെ സിനിമയുടെ കാര്യം പറഞ്ഞവരാണ്. അതുപോലാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ കാര്യം. ആരൊക്കെയാണ് തീരുമാനിക്കുന്നത്? KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്. സൈഡിൽ ഒരാളുണ്ട്, മുല്ലപ്പള്ളിയെ കുറിച്ച് ഇന്ന് കൃത്യമായി കെ സുധാകരൻ പറയുകയും ചെയ്യും. എന്താണ് അത്? അദ്ദേഹം പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയത്തില്ല, ഇവരുടെ കൂട്ടത്തേ ഉള്ളൂ. ഏതാ അദ്ദേഹം അഭിപ്രായം ഒന്നും പറയത്തില്ല, അദ്ദേഹം ഇത് സൈഡിൽ കൂടെ കൂടത്ത് നിൽക്കത്തേ ഉള്ളൂ. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നി. കാരണം കേരളത്തിലെ മുതിർന്ന നേതാവ്, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരന്റെ പേര് KPCC പ്രസിഡന്റിന്റെ പേരാണല്ലോ നമ്മൾ പറയുന്നത്. അദ്ദേഹം സൈഡിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇവരുടെ കൂട്ടത്തിൽ ചേരത്തേ ഉള്ളൂ, പ്രത്യേകിച്ച് അഭിപ്രായത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല എന്ന് പറയുന്ന കാര്യം വന്നിരിക്കുന്നു. ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? കേരളത്തിൽ നിന്ന് തന്നെ ഇവർ 3 പേരും ലിസ്റ്റ് ഉണ്ടാക്കിയതാണ് 100%. ഇവിടുത്തെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ പറ്റിക്കാനായിട്ട് ഇവിടുന്ന് KPCC പ്രസിഡന്റും കൂട്ടരും കൂടെ ഡൽഹിക്ക് പോയി അവിടെ ചെന്നിരുന്ന് ആ സോണിയാജിയും രാഹുൽ ജിയും വേറെ കുറെ ജിമാരോടാണ് തീരുമാനിച്ചതെന്ന് ഇവിടുത്തെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണിത്. അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് ഈ രാഹുൽ ഗാന്ധിക്ക് അറിയാമോ ഈ നിയമത്ത് മത്സരിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? രാഹുൽജി വന്ന് ഇരിക്കുന്നു, അല്ലെ സോണിയാജി വന്നിരിക്കുന്നു, അവർ അമേഠിയിലും റായ്ബറയിലും ആളെ തീരുമാനിക്കുന്നത് പോലെ ഈ നിയമത്തെക്കുറിച്ചോ കഴക്കൂട്ടത്തെക്കുറിച്ചോ ഇവിടെ ആരാണ് നല്ല നേതാവ് എന്ന് തീരുമാനിക്കാൻ അവർക്ക് എന്ത് നോളജാണ് ഈ സംസ്ഥാനത്തെ കുറിച്ച്? പറഞ്ഞു കൊടുക്കാനല്ലേ നേതാക്കന്മാർ?
അതാ പറഞ്ഞത്. ഇത് പറഞ്ഞു കൊടുക്കാൻ പോയിരിക്കുന്ന ആൾക്കാരാണ് അവസാനം തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിനെന്തിനാണ് ഇവിടുന്ന് ഡൽഹിക്ക് കെട്ടിപ്പെറുക്കി പോയത്? അപ്പൊ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റിക്കാൻ, ഇവിടെ സീറ്റ് മോഹികളായിട്ട് കുറച്ച് പേരെ പറ്റിക്കാനുണ്ട്. അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോയി എന്നിട്ട് സോണിയാജിയും രാഹുൽജിയും കൂടെ കാര്യങ്ങൾ തീരുമാനിച്ചു എന്ന് ഇവിടുത്തെ കുറെ ജിമാരോട് വന്ന് പറയുന്ന പരിപാടിയാണ് നടന്നിരിക്കുന്നത്. നമുക്കത് കൃത്യമായിട്ട് അറിയാം. അത് പോട്ടെ, സത്യം പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഒരു സംഘടനാ സ്വാതന്ത്ര്യമായി കൂടി ലാലങ്ങ് വിട്ടുകൊടുക്ക്, പോട്ടെ. അതെ, പക്ഷെ അതിനകത്ത് എനിക്കൊരു കുഴപ്പമുണ്ട്. അതിനകത്ത് കുഴപ്പം ഞാൻ എന്തിനാ സൂചിപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. നിങ്ങൾ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി എടുത്ത് നോക്കൂ. കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ നേരെ മറ്റൊരു ചർച്ചയ്ക്ക് പറഞ്ഞു, ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആ രീതിയിലൂടെ അദ്ദേഹത്തിന്റെ പേര് വെളിയിൽ കേൾക്കേണ്ടെന്നൊരു താല്പര്യം എനിക്കുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധം മോശമായിരുന്നു എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. എന്തിനാണ് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? കഴക്കൂട്ടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്രയും നാളും കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ. അദ്ദേഹം ഡോക്ടറാണ്, കോൺഗ്രസ്സുകാരനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ വളരെ നിഷ്പക്ഷനായി വന്നിരുന്ന അന്താരാഷ്ട്ര ഡോക്ടറാണെന്ന് നമ്മളൊക്കെ പറഞ്ഞപ്പം കുറെ പേരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാകത്തില്ലേ? കുറച്ച് പേരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാകത്തില്ലേ? പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? കഴക്കൂട്ടത്ത് സീറ്റ്. ഞാൻ പറഞ്ഞു വന്നത് അപ്പം തമ്പുരാനും ചിറ്റപ്പനും കൂട്ടത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ സുഭദ്രയും കൂടെ തീരുമാനിച്ച ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് അല്ലേ? ഈ സംസ്ഥാനത്ത് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിനെ ഇപ്പം ശരത്തേട്ടാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മഹാമാരി കാലത്ത് വീഴ്ചകളൊക്കെ സംഭവിക്കും. അത് വീഴ്ചകൾ സംഭവിച്ചില്ലേ നമ്മൾ മനസ്സിലല്ല, അത് പിക്ക് ചെയ്ത് വലിയൊരു സംഭവം നടന്നു. ഇന്നും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആക്കി സുരേഷ് ബാബു സാറിനെ പോലുള്ള ആൾക്കാർ കരക്കിരിക്കുന്നു. ഒന്ന് ചോദിക്കുന്നതിന് തെറ്റില്ലല്ലോ. അപ്പൊ എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? എന്നിട്ട് ഫാസിസത്തെ നേരിടാൻ ഇവർക്ക് മാത്രമേ പറ്റൂ. കഴക്കൂട്ടം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമല്ലേ? അവിടെ ഇത്രയും വീക്കായിട്ടൊരു കാൻഡിഡേറ്റിനെ കോൺഗ്രസിന് ഇടാമോ? ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ പറയുന്ന വ്യക്തി എന്താണ് ചെയ്തിട്ടുള്ളത് ഇത്രയും നാളും? സമൂഹത്തിൽ കഴക്കൂട്ടത്ത് എത്ര പേരെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും? ഇത്രയും വർഷം അമേരിക്കയിൽ താമസിച്ചിട്ട് കഴക്കൂട്ടത്ത് നിയമസഭാ മണ്ഡലത്തിൽ വന്നിരുന്ന് ഞാൻ ഇപ്പൊ മനസ്സിക്കളയാന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രവർത്തനമല്ലേ നടത്തുന്നേ? ഇത് കഴക്കൂട്ടം യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമ മോഡൽ ഉണ്ടാക്കുകയല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമത്തിൽ എന്താ സംഭവിച്ചേ? കഴിഞ്ഞ പ്രാവശ്യം നിയമമോ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യമോ നിയമത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥി ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ മുരളീധരനെ ഒന്നും കെട്ടിപ്പറിക്കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലുണ്ടോ? അപ്പൊ അന്നും ബി ജെ പിക്ക് അടിയറവ് വെച്ച് ഇവരുടെ തല കൊണ്ട് ബി ജെ പിയുടെ കക്ഷത്തിൽ വെച്ചത് നശിപ്പിച്ചിട്ട് ഇപ്പം നിയമത്തൊരു വലിയ ആളെ ഇട്ടിരിക്കുന്നു. അതിന് വേറെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന വേറെ സ്ഥലത്താ. മലമ്പുഴ സീറ്റ് നമ്മൾ കണ്ടതല്ലേ? മലമ്പുഴ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വീക്കായിട്ടൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാലും പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ഭാരതീയ നാഷണൽ എന്നൊക്കെ പറഞ്ഞു. ഭാരതീയം കഴിഞ്ഞ എന്തിനാ നാഷണൽ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ താങ്കൾ ഒരു പേരാകുമായിരിക്കും. അല്ല, ഭാരതീയവും നാഷണലും കൂടെ എന്തിനാ? അതെ, അതാണ് ഭാരതീയ ജനതാ പാർട്ടി, ഭാരതീയ ദേശീയ ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ എന്തിനാന്ന് എനിക്ക് പറയുന്നത്. പോട്ടെ, എന്തിനാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും അത് അവിടുത്തെ പ്രതിഷേധം കൊണ്ട് വീണ്ടും ഒരു നിയമം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് പിൻവലിക്കേണ്ട വന്നില്ലേ? ഈ കഴക്കൂട്ടത്തിൽ ഇപ്പൊ നടക്കാൻ പോകുന്നതാണ്. ഇവരുടെ പ്രശ്നം എന്നറിയോ? നിയമം അല്ല ഇവരുടെ പ്രശ്നം. വർഗീയത ചെറുക്കാൻ ഇവർ നിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. വർഗീയത ചെറുക്കാൻ ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി മത്സരിക്കുന്ന BJP ശക്തി കേന്ദ്രം എന്ന് കരുതുന്ന എല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥി ഇടണ്ടേ? അല്ല, അപ്പോ ലാല് പറഞ്ഞു വരുന്നത് രണ്ട് മണ്ഡലങ്ങൾ പറഞ്ഞു, മലമ്പുഴ അതുപോലെ തന്നെ കഴക്കൂട്ടം. ഇതുപോലെ തന്നെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഈ സ്ഥാനാർത്ഥി നിർണയം കൊണ്ടും അശ്രദ്ധ കൊണ്ടും ബോധപൂർവമായിട്ടുള്ള ഈ തരത്തിലുള്ള കളി എന്ന് ഇപ്പോൾ ലാല് പറഞ്ഞതുപോലുള്ള രീതി കൊണ്ടാണെങ്കിലുമൊക്കെ BJP രണ്ടാമത് വരികയും കോൺഗ്രസ് മൂന്നാമത് വരികയും ചെയ്യുന്ന, UDF മൂന്നാമത് വരികയും ചെയ്യുന്ന മറ്റ് നിരവധി മണ്ഡലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണോ? തീർച്ചയായിട്ടും അതെ, ഞാനതാ പറഞ്ഞത്. ഇപ്പം നമ്മുടെ അതിലെ ഒന്നാണ് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞൊരു പേരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എലത്തൂരിനെ കുറിച്ച് ഇന്നലെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു. ലാലു പറയുന്നു, കഴക്കൂട്ടം പറയുന്നു, മലമ്പുഴ പറയുന്നു. വേറെ ഏതെങ്കിലും ഉണ്ടോ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? കഴക്കൂട്ടം, മലമ്പുഴ, വേറെ ഒരെണ്ണം കൂടെ ഞാൻ അത് വരുന്നത് ഇതിൽ സമയത്ത് ഞാൻ മെമ്മറിയിൽ എടുത്തു. കഴക്കൂട്ടം 100% ഉണ്ട്. കഴക്കൂട്ടം 100% ഉണ്ട്. അതൊരു പേയ്മെന്റ് സീറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ലാലിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ചേട്ടാ, ഒറ്റ ലൈനോട് പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്ക് ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഇവർ വെച്ചിരിക്കുന്നത് എന്താണ്? ആ ഫാസിസത്തെ നേരിടാൻ കരുണാകരന്റെ പുത്രനെ ഇറക്കിയിരിക്കുന്നു. ബാക്കിയുള്ളിടത്തൂടെ ബാക്കിയുള്ള സ്ഥലത്തോട് ഇതിപ്പം നിയമം മുന്നിൽ കാണിച്ച് ബാക്കിയുള്ള ജനങ്ങളെ ഇവിടെ പറ്റിക്കുക. ബാക്കിയുള്ളിടത്തൂടെ നിർത്തണ്ടേ? അത് നിർത്താത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയോ, പലയിടത്തും ഇത് ആവർത്തിക്കും, പലയിട സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കും. ഇപ്പൊ നോക്കൂ,
എത്രമാത്രം ശക്തനായ സ്ഥാനാർത്ഥിയാണ് വട്ടിയൂർക്കാവ് വരുന്നെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു സ്ത്രീ പ്രാതിനിധ്യമാണ്, അത് ശരിയാണ്. പക്ഷേ ആ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയെ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന ആളെ അവിടുത്തെ കൗൺസിലറായിട്ട് നിൽക്കാൻ ശ്രമിച്ച് കോർപ്പറേഷൻ തോറ്റ ആളാണ്. അത് ചരിത്രത്തിന് അറിയാമല്ലോ. അതിലൊരു പേര് അല്ലേ? ആ പേര് ഞാൻ പറയുന്നില്ല. ആ വനിത അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണോ? കോർപ്പറേഷൻ തോറ്റ ആളെങ്ങനെ നിയമസഭയിൽ ജയിക്കാനുള്ള സാധ്യത? ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞ ഒരിടത്തല്ല, പലയിടത്തും ഉണ്ട്. ശരി, എന്തുവാവട്ടെ, ഞാൻ ലാലിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പട്ടികയൊക്കെയായി 1-2 മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ അത് അടുത്ത ആരാണ് സ്ഥാനാർത്ഥി എന്നിപ്പോൾ വട്ടിയൂർക്കാവിൽ അടക്കം പറയേണ്ടതുണ്ട്. പൊതുവിൽ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസും UDFും സജ്ജമായി എന്ന് താങ്കൾക്ക് വിലയിരുത്താൻ എത്രമാത്രം കഴിയുന്നുണ്ട്? കാരണം അത്തരമൊരു പ്രതീതിയാണ് ആ നേതാക്കൾ, ഈ സ്ഥാനാർത്ഥികളെ നിർണയിച്ച സുപ്രധാന നേതാക്കൾ പറയുന്നത്. ഉമ്മൻചാണ്ടി പറഞ്ഞത് കണ്ടില്ലേ, മികച്ച പട്ടികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 25-നും 50 വയസ്സിനും ഇടയിലുള്ളവർ ചരിത്രത്തിലാദ്യം. രമേശ് ചെന്നിത്തല പറഞ്ഞ അദ്ദേഹം ആദ്യം ചെറുപ്പത്തിൽ മത്സരിക്കുന്ന സമയത്താകെ 3 ചെറുപ്പക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ഇപ്പോൾ 60% ചെറുപ്പക്കാർ ഇതിലില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സജ്ജമായി എന്ന് പറയുമ്പോൾ ശ്രീ ജയചന്ദ്രൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? UDFും കോൺഗ്രസും സജ്ജമായോ തെരഞ്ഞെടുപ്പിന്? സ്ഥലത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൈരളി ഉൾപ്പെടെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ ചാനലുകളും വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഉടനെ വരാൻ പോകുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ശരിയാണ്, ആ വിശേഷണം തികച്ചും അർത്ഥവത്വമാണ്. പക്ഷേ ശരത്ത് ചോദിച്ചതുപോലെ ഈ ഉത്സവത്തിൽ എന്താണ് UDFിൻ്റെ റോളായിട്ട് അവർ എടുത്തണിഞ്ഞിട്ടുള്ളതും നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതും എന്നുള്ളത് പരിശോധിക്കുമ്പോൾ വളരെ വളരെ കൗതുകകരവും വിചിത്രവുമായ ഒട്ടനവധി കാര്യങ്ങളാണ് ഒരുപോലെ മുമ്പിൽ വരുന്നത്. ഇപ്പോൾ ഇത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നതും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കലും അവരുടെ നോമിനേഷൻ കൊടുക്കലും എല്ലാമാണല്ലോ കൊടിയേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊടിയേറ്റത്തിൻ്റെ ഘട്ടമാണ്, ആ ദിവസങ്ങളാണിപ്പോൾ. ഈ കൊടിയേറ്റത്തിൽ എന്താണ് ഇവിടെ അരങ്ങേറുന്നത്? UDFിൻ്റെ കൊടിയേറ്റം എങ്ങനെയാണ് അരങ്ങേറുന്നത്? LDFിൻ്റെ നമ്മൾ പറയേണ്ട കാര്യമില്ല, ചിട്ടയോടുകൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളാകെ. NDAയുടെ കാര്യം വേറൊരു എപ്പിസോഡാണ്. ഇവിടെ ഈ UDFിൻ്റെ കൊടിയേറ്റത്തിൽ എന്താണ് കാണുന്നത്? പ്രാഥമികമായിട്ടും നോക്കിയാൽ കാണാൻ കഴിയുക, കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഗുരുതരമായ സ്ഥാനാർത്ഥി പ്രശ്നം അലട്ടുന്ന UDFിനെയാണ്, കോൺഗ്രസിനെയാണ്, ലീഗിനെയാണ് കാണാൻ കഴിയുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ പൊട്ടിത്തെറിയാണ് ഇന്ന് രാവിലെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP-യുടെ തുറന്നടിച്ചുള്ള വർത്തമാനങ്ങൾ. അത് ഏറിയും കുറഞ്ഞും മറ്റ് പല ജില്ലകളിലും പല നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയൊരു വസ്തുത ഞാൻ പറയുകയാണ്. ഇവിടെ ആരാണ് ഈ സ്ഥാനാർത്ഥി നിരയിൽ, സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പം അവതരിപ്പിക്കപ്പെട്ടവരിൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ആ വിഭാഗം ഉമ്മൻചാണ്ടി നയിക്കുന്ന A വിഭാഗമാണ്. നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പിൽ ഏറ്റവും ശക്തരായ പിൻതലമുറ അല്ലെങ്കിൽ അടുത്ത 2ാം നിര നേതാക്കൾ എന്ന് നാം എല്ലാവരും അറിയുന്ന, വിശേഷിപ്പിക്കുന്ന, മാധ്യമങ്ങൾ ഒരുപോലെ അംഗീകരിക്കുന്ന, പൊതുസമൂഹം അംഗീകരിക്കുന്ന 2 പ്രധാനപ്പെട്ട പേരുകളാണ്. ഒന്ന് PC വിഷ്ണുനാഥ്, മറ്റൊന്ന് T സിദ്ദിഖ്. ഈ A ഗ്രൂപ്പിലെ പ്രമുഖരായ പുതുതലമുറ നേതാക്കന്മാരാണ്. 2 പേരും സീറ്റിന് നെട്ടോട്ടം ഓടുകയാണ്. വേറൊരാൾ ഇന്നലെ തലമുണ്ടനം ചെയ്യപ്പെട്ടു, അത് ലതിക സുഭാഷാണ്, A ഗ്രൂപ്പ് തന്നെയാണ്. ഇപ്പോൾ അതേസമയം അല്ല, അത് ശരിയാണ്. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത് ഒരു താരതമ്യത്തിലേക്ക് കൊണ്ടുപോയാൽ, ഇപ്പോൾ I ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഴക്കൻ മൂവാറ്റുപുഴ പോയെങ്കിലും കാഞ്ഞിരപ്പള്ളി കിട്ടുന്നു. 2 തവണ തോറ്റ M ലിജുവിന് അമ്പലപ്പുഴ കിട്ടും. I ഗ്രൂപ്പ് ഏറെക്കുറെ സെറ്റിൽഡായി പോകുന്നുണ്ട്. KC വേണുഗോപാലിൻ്റെ താല്പര്യങ്ങളെ ഇരിക്കൂറിലടക്കം കെട്ടിയിറക്കിയെന്ന് K സുധാകരൻ്റെ പരാതിയും A ഗ്രൂപ്പിൻ്റെ പരാതിയും നിൽക്കുന്നതും KCയുടെ താല്പര്യവും ഇടപെടലും ബോധ്യപ്പെടുത്തുന്നതുമാണ്. ഇതിൽ വലിയ നഷ്ടം സംഭവിക്കുന്നത് A ഗ്രൂപ്പും അതുപോലെ തന്നെ വ്യക്തിപരമായി K സുധാകരനുമാണോ? അതെ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം ഈ ഒരു യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ
ഇപ്പോൾ പിന്നെ ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന വിഷ്ണുവിന് ഉറപ്പിച്ചിരുന്ന സീറ്റാണല്ലോ കൊല്ലം. എങ്ങനെയാണ് ബിന്ദു കൃഷ്ണയിലേക്ക് അത് പോയെന്നുള്ളത് ഇവിടെ വിവരിക്കേണ്ട കാര്യമില്ല, അറിയാം. അപ്പോൾ അത് ഐ ഗ്രൂപ്പിന് അത്തരം കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളാകെ കേരളക്കരയെ ആകെ ചർച്ച ചെയ്തൊരു സംഗതി എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വന്നത്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യന് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ ഗ്രൂപ്പുകൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതിരുന്നത് അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഏറ്റവും സമർത്ഥമായ ഈ പട്ടികയാണ്, നിരയാണ്, പിന്നെ വിന്നബിലിറ്റിയാണ് നോക്കിയത്. വിന്നബിലിറ്റിയാണ് നോക്കിയെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രം തർക്കത്തിൻ്റെ ആവശ്യമുണ്ടോ? പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? പ്രശ്നം അതിൻ്റെ ആഴത്തിൽ കിടക്കുന്നത് ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നടക്കുന്നുമുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ ഐ ഗ്രൂപ്പിൻ്റെ ഒരപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമം ഒരു വശത്തും, മറുവശത്ത് KC വേണുഗോപാൽ എന്ന് പറയുന്ന പുതിയ കേരള ഹൈക്കമാൻഡ്, ഞാൻ പറഞ്ഞതല്ല, നമ്മൾ പറയുന്നതല്ല, ശ്രീ K. സുധാകരൻ MP ഇന്ന് രാവിലെ പ്രസ്താവിച്ച കാര്യമാണ് പരസ്യമായി. കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് ശ്രീ KC വേണുഗോപാലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പുതിയ കേരള ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള പുതിയൊരു നേതൃവൃന്ദം കേരളത്തിലെ കോൺഗ്രസിനെ വലയം ചെയ്ത് ചൂഴ്ന്നു നിൽക്കുന്നു. അവർ തീരുമാനിക്കുന്നവരാണ് സ്ഥാനാർത്ഥികളാവുന്നത്, അവരാണ് മത്സരിക്കേണ്ടത്, അവരാണ് ഇനി ഇപ്പോൾ 5 വർഷം ഭരിച്ച പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിനെ തോൽപ്പിച്ച് അധികാരം പിടിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത്, ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയൊക്കെ എടുത്ത് ഇനി രംഗത്തേക്ക് വരുന്നവർ, ഇവരെയാണ് ജനങ്ങൾ അംഗീകരിക്കേണ്ടത്, വരവേൽക്കേണ്ടത് എന്ന മെസ്സേജ് നൽകുമ്പോൾ എന്താണ് കേരളം ഇവരോട് മറുപടി പറയേണ്ടത്? അത് ഈ മറുപടി പറയേണ്ടത് ആരോടാണ്? ഉമ്മൻചാണ്ടിയോടാണോ മറുപടി പറയേണ്ടത്? രമേശ് ചെന്നിത്തലയോടാണോ മറുപടി പറയേണ്ടത്? KC വേണുഗോപാലിനോടോ മുല്ലപ്പള്ളിയോടോ? ഇതാണ് പ്രസക്തമായ ചോദ്യത്തിൻ്റെ ആദ്യഘട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജയചന്ദ്രൻ. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ അദ്ദേഹം അടക്കം സൂചിപ്പിച്ച പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ KC വേണുഗോപാൽ എന്ന സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി വിമർശിക്കപ്പെടുന്നു. മികച്ച പട്ടികയാണെന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ A ഗ്രൂപ്പ് ഇന്ന് ഇരിക്കൂറിൽ തെരുവിലാണ്. ഇതേ ഇരിക്കൂറിൽ കഴിഞ്ഞ തവണ KC ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ അന്ന് രക്തസാക്ഷി പരിവേഷം ഉണ്ടായിരുന്നയാളാണ് സജീവ് ജോസഫ്. ഇന്ന് സജീവ് ജോസഫിനെ KC വേണുഗോപാലിൻ്റെ താല്പര്യത്തോട് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സോണി സെബാസ്റ്റ്യൻ രക്തസാക്ഷി പരിവേഷത്തോടുകൂടി നിൽക്കുന്ന ഇരിക്കൂർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ അപ്പോഴത്തെ പ്രശ്നം അപ്പോൾ പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്കൊരു ദീർഘവീക്ഷണമില്ലായ്മ നയിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ ഒരു വലിയ പ്രശ്നമാണോ കേരളത്തിൽ? ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം പോലെയാണ്. ഇപ്പോൾ ഇരിക്കൂർ പരിഹരിക്കാൻ ഇരിക്കൂറിൽ നിൽക്കുന്നയാളെ പൊടുന്നനവെടുത്ത് കൽപ്പറ്റയ്ക്കടിക്കുക, കൽപ്പറ്റയിൽ നിൽക്കുന്നയാളെ വട്ടിയൂർക്കാവിൽ കൊണ്ടുവരിക, കൊയിലാണ്ടിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയെ നേരെ വട്ടിയൂർക്കാവിന് അയക്കുക. ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം പോലെയാണോ ഈ മണ്ഡലങ്ങൾക്ക് അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന ഒരു രീതി കോൺഗ്രസിൽ ഉണ്ടാവേണ്ടത്? അതല്ല, ഈ നേതാക്കന്മാരൊക്കെ കേരളത്തിലെ ഏത് സീറ്റിലും UDFന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പ്രാപ്തിയുള്ളത് കൊണ്ടും കഴിവുള്ളത് കൊണ്ടുമാണ് അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നിശ്ചയിക്കാനൊക്കെ സാധിക്കുന്നത്. ഒരു പ്രത്യേകമായ ഒരു ഭൂപ്രദേശത്തിൽ മാത്രം സ്വാധീനമുള്ളവരായിട്ട് നമ്മൾ അവരെ കാണാതിരിക്കണം എന്നാണ് എനിക്ക് ശരത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ കേരള സംസ്ഥാനത്തിന്റെ മുഴുവൻ നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് എവിടെയും സ്ഥാനാർത്ഥികളെ മനസ്സിലായി. അപ്പൊ അത് അങ്ങനെ ഇരിക്കട്ടെ. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥികളും ഒഴിവാക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളും ആയിട്ടുള്ള വ്യക്തിപരമായ പരാമർശത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, വിന്നബിലിറ്റി ആണ് പ്രശ്നം എന്ന് പറയുന്ന നേതാക്കന്മാര് തന്നെ അവിടെ നിന്ന് ആരെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിന്നാൽ വിന്നബിലിറ്റി ചാൻസസ് ആർ ഡിം, അല്ലെങ്കിൽ അവർ നിന്നാൽ വിന്നബിലിറ്റി ഇല്ല, ജയസാധ്യത ഇല്ല എന്നുകൂടി പറയാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതാണല്ലോ ഒരു നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകത. അവർക്ക് സത്യങ്ങളും അപ്രിയ സത്യങ്ങളും ഒക്കെ പറയാൻ കഴിയണം. ഞാൻ ഒരിടത്ത് മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ള ഒരു അപ്രിയ സത്യം എന്നോട് പറയാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ എന്നോട് പറയാൻ ഉള്ള ഉത്തരവാദിത്വം നേതാക്കന്മാർക്കുണ്ട്. അതുകൂടെ നിർവഹിക്കുക. താൻ നിന്നാൽ അവിടെ തോറ്റുപോകും, അല്ലെങ്കിൽ അത് ജയിക്കില്ല, അതുകൊണ്ട് താൻ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ വിന്നബിലിറ്റി പ്രോബ്ലത്തിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ വിന്നബിലിറ്റി എന്ന
ആ വാക്ക്, കേസാധ്യത എന്ന വാക്കിന്റെ വ്യാപ്തമായ നിർവചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമീപനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാനത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എയും ഐയും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് എന്നൊന്നും കാണാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിൽ അതത് കാലഘട്ടത്തിൽ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതിന്റെ ഗുണവും ദോഷവും കൂടുതൽ ദോഷമാണ് സംഭവിക്കാറുള്ളത്. കാരണം ഒരു സ്ട്രക്ചർ ഇല്ല. ഒരു സ്ട്രക്ചർ ഇല്ലായ്മകൾ കൊണ്ട് ദോഷമാണ് ഒരു പാർട്ടിക്ക് ഉണ്ടാവുക. അവിടെ ഒരു സ്ഥാനത്ത് ഒരാൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിലുള്ള അല്ലെ അദ്ദേഹത്തിന്റെ പെറ്റായിട്ടുള്ള ആളുകൾ പരിഗണിക്കപ്പെടുക, അല്ലാത്തവർ തഴയപ്പെടുക എന്നൊക്കെ വരുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷന് ദോഷകരമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളെ പോലെ ഒരാൾ ആശങ്കപ്പെടുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ സംഘടനാ സംവിധാനമില്ലായ്മ, അതാണല്ലോ ഈ സ്ട്രക്ചറൽ പ്രോബ്ലം എന്ന് താങ്കൾ ഉദ്ദേശിച്ചത്. അത് നിയമസഭ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എങ്ങനെയാകും എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമില്ലേ? അവിടെയാണ് ശ്രീ കെ സുധാകരൻ പറഞ്ഞ എനിക്ക് ആശങ്കയുണ്ട്, എനിക്ക് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കെ സുധാകരൻ പറഞ്ഞ വാചകത്തെ മുഖവിലക്കെടുക്കേണ്ടി വരുന്നത് അല്ലേ? അല്ല, പ്രചാരണം ഞങ്ങള് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രചാരണത്തിന്റെ ഓറിയന്റേഷൻ സ്വാഭാവികമായും കുറെ കാലങ്ങളായി, ഞാനൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണല്ലോ, എനിക്കറിയാം. അതൊക്കെ സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമാണ്. അതിനൊരു മറ്റൊരു തരത്തിലുള്ള ലെഫ്റ്റിനെ പോലെയോ അല്ലെങ്കിൽ NDA RSS BJP പോലെയോ ഒന്നുമുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ല. അത് പിന്നെ പലപ്പോഴും അത് വ്യക്തിഗതമാണ്. വ്യക്തിഗതം വെച്ചാൽ സ്ഥാനാർത്ഥിഗതമാണ്. അതുകൊണ്ട് അത് അവര് പഴിച്ചു പൊയ്ക്കൊള്ളും എന്നുള്ളതാണ് വസ്തുത. അതങ്ങനെ വിട്ടുകൊടുക്കാം. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഈ സംഘടനാ സംവിധാനം നല്ല ഫലപ്രദമായി പ്രവർത്തിക്കേണ്ടിയിരുന്നത് അല്ലേ? സ്ഥാനാർത്ഥി നിർണയത്തിലാണ്. അത് ഞാൻ പറഞ്ഞപ്പോ എന്റെ ഒരു അറിവ്, ഞാനിങ്ങനെ ദൂരക്കാഴ്ചക്കാരനാണ്. ഞാനിപ്പോ അതിന്റെ ഒരു ആ തലങ്ങളിലൊന്നും ഞാനിപ്പോ എത്തിപ്പെടാറില്ല, അതുകൊണ്ട് തന്നെ നോക്കാറുമില്ല. 40 അംഗ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ നമ്മളൊക്കെ പത്രങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കമ്മിറ്റി ഒരിക്കൽ പോലും ഇലക്ഷനിലെ ഒരു സീറ്റ് അതിലുള്ള ആള് എവിടെയാണ്, ആരെയാണ് അവിടെ മത്സരിക്കേണ്ടത്, ആർക്കാണ് വിന്നബിലിറ്റി എന്ന് കാര്യം ചർച്ച ചെയ്തതായി എന്റെ അറിവിലില്ല. സബ്ജക്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ചെറിയ കാര്യം കൂടി, അതായത് ശ്രീ സുരേഷ് ബാബു, കഴിഞ്ഞ ദിവസം PC ചാക്കോ പറഞ്ഞത് ഇതാണ്: 40 അംഗ തെരഞ്ഞെടുപ്പ് സമിതി 2 തവണ ചേർന്നു, VM സുധീരനും അദ്ദേഹവുമൊക്കെ പ്രാഥമിക ചർച്ചയ്ക്കായി ലിസ്റ്റ് ചോദിച്ചു. അവിടെ ആ ലിസ്റ്റ് അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കാതെയാണ് നേരെ ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞതും ഇന്ന് വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞ വിമർശനവും ഏതാണ്ട് ഒത്തുപോകുന്നതല്ലേ? ആ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ശ്രീ സുരേഷ് ബാബുവിന് തോന്നിയത് എന്താണ്? അല്ല, അതിന്റെ ഫാക്ച്വാലിറ്റി എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു നിഗമനത്തിലേക്ക് എത്താൻ തയ്യാറില്ല. ഞാനൊരു ഒരു പാസിംഗ് ഒബ്സർവേഷൻ മാത്രമേ അക്കാര്യത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. എന്താണത്? പിന്നീട് അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവിടെ നടത്തിയതായി എനിക്കറിവില്ല. ഇവര് എന്തൊക്കെ പറഞ്ഞു. അല്ല, അതിപ്പോ വർക്കിംഗ് പ്രസിഡന്റ് പറയുമ്പോ അത് കുറെ കൂടി ഗൗരവമുള്ളതായി മാറുന്നില്ലേ? അല്ല, വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നതല്ല, ഇവരും സമിതിയിലെ അംഗങ്ങളാണ്. അതെ, സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും തുല്യരാണ്. 40 അംഗങ്ങളും തുല്യരാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ പറയുന്ന ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ആ ലിസ്റ്റിന്റെ അപാകതകളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇപ്പോൾ പുറത്തുപോയ PC ചാക്കോ പറയുന്നതിനേക്കാൾ ഗൗരവത്തിൽ വർക്കിംഗ് പ്രസിഡന്റ്, KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ ഒരു ബോധ്യം കുറെ കൂടി ഇല്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിനേക്കാൾ ഒരുപാട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു മേൽനോട്ട സമിതി ഉണ്ടായിരുന്നല്ലോ, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു മേൽനോട്ട സമിതി. അതില് പിന്നെ ഭരണഘടനാപരമായി അതിൽ ചർച്ച ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. പക്ഷെ ഭരണഘടനയിൽ ഇല്ലാത്തൊരു മേൽനോട്ട സമിതി ഈ തവണ പുതുതായി രൂപപ്പെട്ടതാണ്. അതിൽ ശ്രീ സുധാകരൻ അടക്കം അംഗമാണ്. അവിടെയും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിടത്തും ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു ലിസ്റ്റിനെ കുറിച്ച് ശ്രീ സുധാകരൻ ഒരു ഉത്തരവാദിത്തം ഏൽക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അതായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇതൊക്കെ ഇവരുടെ ഇന്നർ സർക്കിളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പുറത്തു നിന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. അതിൽ എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങളിൽ പിന്നെ ശരിയുണ്ട്. അതായത് സുരേഷ് ബാബു, ഈ ഇന്നർ സർക്കിൾ
ഈ ഗ്രൂപ്പുകളുടെ ഇന്നർ സർക്കിൾ എന്നത് അത് ലോപിച്ച് വളരെ ചുരുക്കം ആളുകളിലേക്ക് മാത്രമായി വല്ലാതെ ഒതുങ്ങിപ്പോയിട്ടുണ്ടല്ലേ? ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൺസേണേ അല്ല. റൈറ്റ്. ഏതായാലും തീർച്ചയായും അത് ഒരു കണക്കിന് നല്ലതുമാണ്. അതുകൊണ്ട് വലിയ നിരാശയൊന്നുമില്ലാതെ വളരെ ആത്മസംതൃപ്തിയോടുകൂടി ഒരു രാഷ്ട്രീയ നേതാവായി പൊതുപ്രവർത്തകനായി ഇരിക്കാം. അല്ലെങ്കിൽ കെ സുധാകരനൊക്കെ കാഴ്ചവെക്കുന്നത് പോലൊരു വലിയ നിരാശയുടെ ആവർത്തനമായി ശ്രീ സുരേഷ് ബാബുവിനും കഴിയേണ്ടി വരും. പക്ഷേ ഏതായാലും ആ നിലപാട്, താങ്കളുടെ ആ നിലപാടിനെ മാനിച്ചുകൊണ്ടാണ് ഞാനത് തുറന്ന് പറയുന്നതും. ശ്രീലാല്, ഇരിക്കൂറിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറയേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിൽ ഇരിക്കൂറിൽ ഇതിനു മുമ്പും ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? ഈ ലതിക സുഭാഷ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയ്ക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സീറ്റ് കൊടുത്ത ചരിത്രം കോൺഗ്രസിനുണ്ടോ? എന്നാൽ നോക്കൂ, എന്തുമാത്രം ചെറുപ്പക്കാരെയാണ് കൊണ്ടുവന്നത്. യുവപ്രാതിനിധ്യം കൂടി എന്ന് പറയാനാവുന്നില്ലേ? അപ്പോൾ ആ തരത്തിൽ ഇങ്ങനെ ഒരു ജനാധിപത്യമുള്ളൊരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ? കെ സുധാകരൻ്റെ വിമർശനം പോലും അദ്ദേഹത്തിന് KPC പ്രസിഡന്റ് ആകാൻ കഴിയില്ല എന്ന ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിൻ്റെ കൊതിക്കെറിവിൽ നിന്നായിക്കൂടെ? അല്ല, കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ വിമർശനങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. കാര്യം അദ്ദേഹത്തിന് സ്വാഭിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള സാഹചര്യത്തിലുള്ളതാണ് ഈ വിമർശനങ്ങളെല്ലാം. പക്ഷെ അതുകൊണ്ട് അതിനകത്ത് വസ്തുതയില്ല എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ മോട്ടീവോ ഇന്റൻഷനോ എന്ത് തന്നെ ആകട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ വരുന്ന ഒരർത്ഥമുണ്ട്. അത് യാഥാർത്ഥ്യമുള്ളത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. സുധാകരൻ എന്തായാലും ഇത്രയൊക്കെ ആയല്ലോ. നിങ്ങൾ ഇപ്പം ശരത്തേട്ടൻ എന്നോട് ചോദിച്ചത് ഇവിടുത്തെ യുവ പ്രാതിനിധ്യത്തെ കുറിച്ച് പറഞ്ഞു. ജയിക്കും ഉറപ്പുള്ള ഒരു സീറ്റ് യുവാക്കൾക്ക് കൊടുത്ത ഏതാ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാലുശ്ശേരി, കല്യാശ്ശേരി, അവിടെയൊക്കെ വളരെ വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. സത്യത്തിൽ രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വരാജ് വരെ എങ്ങാണെന്നാണ് എന്റെ വിശ്വാസം. സ്വരാജ് വരെയുള്ള ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം എങ്ങാണ്. അങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, ജയിക്കുന്നു 100% ഷുവർട്ടി ഉള്ള സീറ്റ് എന്ന് പറയണ്ട, ഒന്ന് മത്സരിച്ച് നോക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന സീറ്റ് ചെറുപ്പക്കാർക്ക് കൊടുത്തത് എത്ര എണ്ണം കാണും? എന്റെ അറിവിൽ ഒരെണ്ണം പോലും ഇല്ല. മലബാറിലേക്ക് അല്ലേ, ശരിയല്ലേ? മട്ടന്നൂര് ശൈലജ ടീച്ചർക്കെതിരെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതും, എന്നാ പിന്നെ ഇവിടുന്നുള്ളവർക്ക് ആർക്കെങ്കിലും സോണിയാഗാന്ധിക്കെതിരെ ഒരു BJPക്ക് ഒരു സ്ഥാനാർത്ഥിത്വം ഇവിടുന്ന് കെ സുരേന്ദ്രന് കൊടുക്കുന്ന പോലെ ഉള്ളൂ. അതിലെന്താ അർത്ഥമായിരിക്കുന്നത്? നമ്മൾ പറയുന്നത് മത്സരിക്കാനുള്ള പോസിബിലിറ്റി മാത്രമല്ല, നന്നായിട്ട് മത്സരിച്ച് ഉയർന്നു വരിക, നിയമസഭയിൽ അവിടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരാൾക്ക് മത്സരിക്കാനാണെങ്കിൽ എന്നാൽ നീ എല്ലാ പ്രാവശ്യവും മത്സരിച്ചോ മട്ടന്നൂർ മാത്രം മത്സരിച്ചോ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 8 പ്രാവശ്യം നമ്മൾ കൊടുത്തിരിക്കുന്നു, 40 വർഷം. ഒരാൾക്ക് 8 പ്രാവശ്യം നമ്മൾ മത്സരിക്കാൻ അവസരം കൊടുത്തു. അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പിൽ നിന്നും എല്ലാ സെക്ഷനിൽ നിന്നും നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടോ? ആ നിയമസഭയിൽ നമ്മുടെ കക്ഷിയിൽ നിന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തി. ഇപ്പൊ നിങ്ങൾ സ്ത്രീകൾക്ക് കോൺഗ്രസിൽ നിന്ന് കൊടുത്തേക്കുന്ന കാൻഡിഡേറ്റ്സിനെ നോക്കൂ. 100% വിജയിക്കും എന്ന് പറയുന്ന ഏത് സ്ഥാനാർത്ഥിയോ ഉള്ളത്? 50% വിജയിക്കും എന്ന് പറയാനുള്ള ആരാ ഉള്ളത്? ഇല്ല. അത് സത്യസന്ധമായ കാര്യമാണ്. ഇപ്പം ശൈലജ ടീച്ചറിനെ പോലൊരാള്, അല്ലെങ്കിൽ കുണ്ടറ മണ്ഡലം, ഇതൊക്കെ വിന്നിംഗ് പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടുള്ളതാണ് CPM കൊടുത്തിരിക്കുന്നത്. കായംകുളത്ത് ഈ പറഞ്ഞ എല്ലാ സിറ്റിംഗ് MLA-മാർക്കാണ് പലർക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാതിനിധ്യം ഇപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ടോ? നിങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ വരെ വളരെ എങ്ങായിട്ട് നിൽക്കുന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കോൺഗ്രസിന്റെ. അത് കഴിഞ്ഞ് അപ്പച്ചമ്പട തുടങ്ങുമെന്ന് പറയാം. അപ്പച്ചമ്പട മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ, അവരൊക്കെ വേണ്ടവരാണ്. പക്ഷെ പ്രാതിനിധ്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ജയിക്കാത്ത സ്ഥലത്ത് സീറ്റ് കൊടുത്തിട്ട് എന്താ കാര്യം? ഞാൻ വരുന്നു. അതായത് ആ വിജയ സാധ്യത പരിഗണിക്കണം, യുവജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അപാകതയാണ് ലാലിസ് ചൂണ്ടിക്കാട്ടിയത്. ശ്രീ ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാന കാര്യം, ഇനി അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിലും നേതാക്കളുടെ ഇക്വേഷനിലും സംഭവിക്കാവുന്നത് എന്ത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്ന് കെ സുധാകരൻ അത്തരമൊരു ചോദ്യത്തിൻ്റെ സ്കോപ്പ് ഉയർത്തി വിട്ടിട്ടുമുണ്ട്. ഒന്നത്. 2, എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളതുപോലെ പൂർവാധികം ഭംഗിയായി കാലുവാരലും വോട്ടുമറിക്കലും സംഭവിക്കാൻ ഇക്കുറി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാര്യമായ സാധ്യതയുണ്ടോ? ശരത്, ഇത് ഇന്നലെ ഏറ്റവും അവസാനമായി ഇന്നലെ ഒരു ചാനലിൻ്റെ സർവേ ഫലം വന്നു.
അതിനു മുമ്പ് 2 വേറെ വന്നു. ഈ 3 ഏറ്റവും ഒടുവിലെന്ന് ഇന്നലെ വന്നതിലടക്കം പറയുന്നത് LDF-ന് തുടർഭരണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നവംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു പോവുക. ആ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്ക് കോൺഗ്രസ്സിൻ്റെ ശരിക്കും ഒരു ഐ ഓപ്പണർ, ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് കോൺഗ്രസ് ആകമാനം അത് വീക്ഷിക്കുന്നൊരു നിലയുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒരു പാഠം പഠിക്കാനും ചില തിരുത്തലുകൾ സംഘടനാപരമായി വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് വിലയിരുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരുത്തൽ നടപടികൾക്ക് AICCയുടെ സഹായത്തോടു കൂടി KPCC തയ്യാറായ ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 2-3 മാസക്കാലമായി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ടുണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയെ ആൾക്കാരെല്ലാം സമീപിച്ചത്, കണ്ടത്, അല്ലെങ്കിൽ കാത്തിരുന്നത്. ആ തരത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായത് എന്നുമാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതും. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി പിന്നെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരടങ്ങിയ സംഘം ഡൽഹിയിൽ ചെന്നതിന് ശേഷമാണ് ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അത് വസ്തുതയല്ലേ? അതുവരെ ഇല്ലാതിരുന്ന ട്വിസ്റ്റ് ഉണ്ടാകുന്നത് മുഴുവനും അവിടെയാണ്. വിന്നബിലിറ്റി ഒരൊറ്റമൂലി പോലെ നിരന്തരം പ്രയോഗിച്ചു പോകുന്ന ഒരു പുതിയ പ്രയോഗമാണ് ഈ നേതാക്കന്മാരെല്ലാം. വിന്നബിലിറ്റിയാണ് അടിസ്ഥാന പ്രമാണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർഹരെ നിശ്ചയിക്കുന്നതും യോഗ്യത നിശ്ചയിക്കുന്നതും. അങ്ങനെ തന്നെ അവിടെ ചെന്നപ്പോൾ സാധാരണഗതിയിൽ ആദ്യത്തെ ഇലക്ഷൻ അല്ലല്ലോ ഇത്. ഇതിനു മുമ്പുള്ള ഇലക്ഷനെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ? ഇവിടുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റ് AICCക്ക് പോവും, ഹൈക്കമാൻഡിൽ ചെന്ന് അവിടെ അത്യാവശ്യം കാര്യങ്ങൾ ചില വെട്ടലുകളും കുറയ്ക്കലുകളും കൂട്ടിച്ചേർക്കലുകളും വരും എന്നുള്ളതല്ലാതെ ആഴത്തിലുള്ളൊരു പുനഃപരിശോധന വേണ്ടി വരുന്ന സ്ഥിതി നാളിതുവരെ ഒരു ഇലക്ഷനിലും കേരളത്തിലുണ്ടായിട്ടില്ല. ഹൈക്കമാൻഡ് ആ തരത്തിൽ ഇടപെട്ടിട്ടുമില്ല. പക്ഷേ ഇത്തവണ അങ്ങനെ ഇടപെടേണ്ട സ്ഥിതി ഉണ്ടായി. ഈ ഉണ്ടായപ്പോൾ അതിനാവശ്യമായ ഒരു ജാഗ്രത കാണിക്കാനോ അത്തരത്തിലല്ല വേണ്ടതെന്ന് പറയാനോ ആ തരത്തിൽ തിരുത്തുകൾ അങ്ങനെ പാടില്ല, കേരളത്തിൻ്റെ പൊതുവികാരം ഇന്നതാണ്, ഇവിടുത്തെ അവസ്ഥ ഇന്നതാണ്, LDF-ൻ്റെ തുടർഭരണം എന്നുള്ളതാണ് ചാനൽ സർവേകളിൽ അടക്കം വരുന്നത്. ശ്രീ ജയചന്ദ്രൻ, അവിടെയാണ് പ്രശ്നം. അവിടെ K. സുധാകരൻ ഇന്ന് പറഞ്ഞത് പ്രധാനമാണ്. കേരള ഹൈക്കമാൻഡ് എന്ന് താങ്കൾ തന്നെ ഓർത്തെടുത്ത് പറഞ്ഞ നിലയിൽ KC വേണുഗോപാലിൻ്റെ താല്പര്യം കൂടി വന്നതോടുകൂടി ഹൈക്കമാൻഡും വിമർശിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് PC ചാക്കോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ PC ചാക്കോ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു, NCP-യിലേക്ക് വരുന്നു. അതും യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. ശ്രീ ജയചന്ദ്രൻ, അത് കാലത്തിൻ്റെ പുതിയൊരു യാഥാർത്ഥ്യമായത് വരികയാണ് മുമ്പിലേക്ക്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ഈ കേരളീയ സമൂഹമല്ല, ഈ നേതാക്കൾ തന്നെയാണ്, ഈ UDF നേതാക്കൾ തന്നെയാണ് അതിലേക്ക് എത്തിച്ചത്. ആ സ്ഥാനാർത്ഥി പട്ടികയെ അങ്ങനെ ഒരു അരുക്കാക്കിയത് അവർ തന്നെയാണ്. ഈ വിന്നബിലിറ്റി എന്നുള്ള ഒറ്റമൂലി പ്രയോഗിച്ചുകൊണ്ട് ഈ തരത്തിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു മറുചോദ്യം പ്രധാനമായിട്ട് ഉയർന്നു വരുന്നത് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന 86 പേരുടെ വിന്നബിലിറ്റി പട്ടികയിൽ എത്രയുണ്ട് വിന്നബിൾ കാൻഡിഡേറ്റ്സ് പറയണ്ടേ? ഇപ്പോൾ ബഹുമാന്യ ശ്രീ PN സുരേഷ് ബാബു ഉണ്ടല്ലോ, ഈ പാനലിലുണ്ടല്ലോ. വിന്നബിൾ കാൻഡിഡേറ്റ്സ് എത്രയുണ്ട്? ആത്മാർത്ഥതയോടെ ഓരോ ജില്ലയിലും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇത്രയധികം എല്ലാ ജില്ലകളിലും പ്രശ്നമുണ്ടായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക നാളിതുവരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായതായിട്ട് എൻ്റെ ഈ മാധ്യമ പ്രവർത്തന അനുഭവത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇത്രയധികം ജനങ്ങൾ അതൊരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീ ജയചന്ദ്രൻ. അത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീ സുരേഷ് ബാബു, താങ്കൾ അത് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്രയധികം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലില്ല എന്ന് പറഞ്ഞത് ഏറെക്കുറെ ശരിവെക്കുന്നുണ്ടോ? 2, വിജയസാധ്യത എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ട പട്ടികയിൽ ഒരു സംശയം താങ്കൾക്കുണ്ടോ? ഒപ്പം തന്നെ PC ചാക്കോയുടെ മാറ്റം, അതിനെ ശ്രീ സുരേഷ് ബാബു കാണുന്നത് എങ്ങനെയാണ്? ഞാനൊരു കാര്യം ഞാൻ പറയാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ വസ്തുതാപരമായി തന്നെ പൂർവ്വകാലങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തോൽക്കാൻ വിധിക്കപ്പെട്ട സ്ഥാനത്ത് മാത്രമാണ് എന്നും അതാണ് കോൺഗ്രസിന്റെ പതിവെന്നും ഡോക്ടർ ലാല് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കേൾക്കാനിടയായി. അദ്ദേഹം കുറച്ചുകൂടി പിൽക്കാലത്തേക്കൊന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം.
എടക്കാട് എന്ന് പറയുന്ന ഒരു സീറ്റ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ മമ്പറം, അതിന്റെ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ മമ്പറം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം. ആ മണ്ഡലം ധർമ്മടം, ഇന്നത്തെ ധർമ്മടം. ആ ധർമ്മടത്ത് അതാണ് എടക്കാട്, പഴയ എടക്കാടാണ്. അവിടെ 1970 ശ്രീ എൻ രാമകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അതുവരെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ട് ജയിച്ചിട്ടില്ല. തോറ്റ ചരിത്രം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വന്നാൽ പഴയ ബാലുശ്ശേരി, എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസും കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുൻ സഖ്യക്കാരും തോറ്റ ചരിത്രമുള്ള ബാലുശ്ശേരിയിൽ ആ തവണ ഞങ്ങൾ ശ്രീ AC ഷൺമുഖദാസിനെ മത്സരിപ്പിച്ചു. അവിടെ അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ജയിക്കാൻ കഴിഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ആലപ്പുഴ എത്തി ചേർത്തല ശ്രീ AK ആന്റണി മത്സരിച്ചു. അവിടെ ജയിച്ചു ആ തെരഞ്ഞെടുപ്പിൽ. അന്ന് വരെ ഒരിടത്തും ഒരിക്കൽ പോലും അവിടെ കോൺഗ്രസ് മത്സരിച്ചിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായി കോൺഗ്രസ് ജയിച്ചതാണ്. അവിടുന്ന് പുതുപ്പള്ളിയിലേക്ക് വന്നാൽ പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി അതുവരെ മുഴുവൻ ജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരാണെങ്കിൽ അന്ന് കോൺഗ്രസിന് ഉമ്മൻചാണ്ടി അവിടെ ജയിച്ചു. ഇതിലൊരു പ്രശ്നം വേറൊന്നുമല്ല. ഒറ്റൊന്നുകൂടെ കൊട്ടാരക്കര കൊട്ടറ ഗോപാലകൃഷ്ണൻ, ഇന്ന് അദ്ദേഹം നമ്മളെ കൂടെ ഇല്ല. കൊട്ടറ ഗോപാലകൃഷ്ണൻ, ആർ ബാലകൃഷ്ണപിള്ള അതുവരെ കോൺഗ്രസിൽ നിന്ന് പോയി തെറ്റിപ്പോയി ജയിച്ചുകൊണ്ടിരുന്ന കൊട്ടാരക്കരയിൽ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചെറുപ്പക്കാരെ മത്സരിപ്പിക്കുന്നത് പുതിയതായ സീറ്റുകൾ മത്സരിച്ച് പ്രവർത്തിച്ച് ജയിച്ചു വരാൻ വേണ്ടിയാണ്. ശരി, അത് ഞാൻ മാനിച്ചുകൊണ്ട് തന്നെ നേർച്ചക്കോഴികളെ വെക്കാനല്ല. നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ടാണ്. ശ്രീ സുരേഷ് ബാബു, ഞാനത് മാനിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ പേരൊക്കെ കേട്ടപ്പോൾ ഏതാണ്ട് 40-50 വർഷത്തിനിടയിലുള്ള ഒരു ഭൂതകാല കുളിരാണ് ശ്രീ സുരേഷ് ബാബു പങ്കുവച്ചത്. ഞാനതിനെ മാനിക്കുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കളുടെ ജില്ല 1.5 പതിറ്റാണ്ടായി കോൺഗ്രസിന് അവിടെ ഒരു MLA ഇല്ല. താങ്കൾ അംഗീകരിക്കുമല്ലോ. ആ ജില്ലയിലേക്ക് ഈ യുവജനങ്ങളെ വിജയസാധ്യത റൈറ്റ് അതുണ്ട് പുതിയ സാഹചര്യത്തിൽ എന്നാണ് താങ്കൾ പറയുന്നത്. അത് മുഖവിലേക്ക് എടുക്കാം, ഈ ചർച്ചയുടെ ഭാഗം. അതുകൊണ്ടാണ് ഞാൻ മത്സരിച്ച് തോറ്റ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ യുവജന നേതാവിനെ ഇറക്കി മത്സരിപ്പിച്ച് ആ സീറ്റ് കോൺഗ്രസിന് ജയിച്ചിപ്പിച്ചിരുവാനാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ശരി, അതിൽ താങ്കൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ഈ മണ്ഡലങ്ങളിലാകെ ചുരുക്കം നേതാക്കൾ മാത്രം ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണോ വിജയസാധ്യത എന്ന ഗൗരവമുള്ളൊരു പ്രശ്നത്തെ? അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയല്ലേ? മറ്റുള്ളവരെല്ലാം വിയോജിക്കുന്നുണ്ടല്ലോ. വിജയസാധ്യത ഫലപ്രദമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? അതാണല്ലോ ഉയരുന്നൊരു തർക്ക വിഷയം ഈ പട്ടികയ്ക്ക് പുറത്ത്. ഞാൻ അതിനെക്കുറിച്ചല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞതല്ല, ഈ ഒരു കോൺഗ്രസിന്റെ സംവിധാനത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടുന്ന ഫോറങ്ങളിൽ കൃത്യമായ ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിജയസാധ്യതകൾ മുഴുവൻ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതിയോ പരിഭവമോ ഒന്നും എനിക്കില്ല. നിശ്ചയമായും താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഏതെങ്കിലും നാളെ വളച്ചൊടിക്കപ്പെട്ടു എന്ന് പറയാവുന്ന വിധത്തിലൊന്നുമില്ല. കാരണം സംഘടനാ തലത്തിൽ വേണ്ട ചർച്ചകൾ ഫോറങ്ങളിൽ നടന്നിട്ടില്ല. ഞാനതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഫോറങ്ങളിൽ ചർച്ച ചെയ്യാതിരിക്കുകയും 3-4 നേതാക്കൾ കൂടിയിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ 140 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 90-ൽ പരമുള്ള മണ്ഡലങ്ങളിലെ വിജയസാധ്യത ഈ 3-4 നേതാക്കൾ മാത്രം രൂപപ്പെടുത്തി മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു വിഷയം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് താങ്കളുടെ പ്രശ്നവുമല്ല, ശ്രീ സുരേഷ് ബാബുവിൻ്റെ പ്രശ്നവുമല്ല. ഞാൻ ഈ ചർച്ചയുടെ അവസാനമായി മുന്നിലേക്ക് വെക്കുന്ന ഒരു വിഷയം മാത്രമാണ്. ലാൽ, ഒറ്റ വാചകത്തിൽ ചാക്കോയുടെ മാറ്റം. അല്ല, അവിടെ നിൽക്കാൻ കേൾക്കാമോ എന്നെ? വേഗം. അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലെന്നേ. ഇവര് ഞാൻ പറഞ്ഞതില് ചിറ്റപ്പനും അപ്പം തമ്പുരാനും എല്ലാവരും ചേർന്നുള്ള പരിപാടിയാണ്. ആത്മാഭിമാനമുള്ളവർ ഇറങ്ങിപ്പോരും. ഇപ്പൊ സുരേഷ് ബാബു സാർ പറഞ്ഞിട്ടില്ലേ, വ്യക്തമാക്കി പറഞ്ഞു കാര്യങ്ങൾ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കോൺഗ്രസ്സുകാരനായി ഇനിയിപ്പോ തുടരുക, ഇപ്പൊ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ത് തന്നെ ആകട്ടെ എന്ന് വെച്ചാൽ ഇവരെ സഹിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അത് കോൺഗ്രസ്സുകാരന് അങ്ങനെ ചെയ്യാൻ പറ്റൂ, നല്ല കോൺഗ്രസ്സുകാർക്ക് അതേ ചെയ്യാൻ പറ്റൂ, അത്ര തന്നെ. അപ്പോഴും വിട്ടുകളഞ്ഞൊരു
ചോദ്യം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഞാനത് ശ്രീ ജയചന്ദ്രനിലേക്ക് അവസാനമായി വെക്കുന്നു. PC ചാക്കോയുടെ മാറ്റം, NCP വഴി ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്ന PC ചാക്കോ, അതുപോലെ തന്നെ ഈ വിജയസാധ്യത, നേരത്തെ താങ്കൾ തർക്കിച്ച വലിയ ഗൗരവമുള്ളൊരു വിഷയമായി ഉന്നയിച്ച വിജയസാധ്യത പാർട്ടി തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ നേതാക്കൾ രൂപപ്പെടുത്തിയതാണ് എന്ന് വന്നാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതാണ് ആ സ്ഥാനാർത്ഥി പട്ടികയെങ്കിൽ അത് സംശയാസ്പദം തന്നെയാണോ? ശ്രീ ജയചന്ദ്രൻ അവസാനമായി. നിശ്ചയമായും. കാരണം ഞാൻ ആലപ്പുഴയിലാണ് ഇരിക്കുന്നത്. ഞാൻ പറയാം, കോൺഗ്രസ് തീരുമാനിച്ചത്, സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തീരുമാനിച്ച ഒരു സംഗതി, 2 തവണ തുടർച്ചയായി മത്സരിച്ച് തോറ്റവർക്ക് സീറ്റ് തവണ കൊടുക്കുന്നില്ല. പക്ഷേ 2011 അമ്പലപ്പുഴയിലും 2016 കായംകുളത്തും മത്സരിച്ച് തോറ്റ DCC പ്രസിഡന്റ് M. ലിജു ആണിപ്പോൾ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഈ മാനദണ്ഡം ബാധകമല്ലേ? പിന്നെ ഡോക്ടർ KS മനോജാണ് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. എവിടെയോ അദ്ദേഹം ദുബായിലായിരുന്നു, അല്ലെ മിഡിൽ ഈസ്റ്റിലായിരുന്നു. അല്ലാതെ കുഴപ്പമില്ല സർ, തിരിച്ചു വന്നു. അമേരിക്കയിൽ നിന്നൊരു ഡോക്ടറുണ്ട്, ദുബൈയിൽ നിന്ന് കൂടി ഒരു ഡോക്ടർ ഇരിക്കട്ടെ, നല്ല വിജയസാധ്യത ഉണ്ടാവുമായിരിക്കും. ഇരുന്നോട്ടെ, എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ദേശാടന കിളികൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നത് DCC ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ്സുകാർ പോസ്റ്റർ ഒട്ടുകയാണ് സർ, അതാണ് കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീ PC ചാക്കോ അദ്ദേഹത്തിൻ്റെ വിജയിപ്പിക്കാൻ കഴിയുന്ന വിന്നബിലിറ്റിയുള്ള ചില സ്ഥാനാർത്ഥികളെ ആലപ്പുഴയിൽ ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നു. സമ്മതിച്ചില്ല, എടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ മറ്റു ചില മണ്ഡലങ്ങളിലും 2-3 പേരെയാണ് PC ചാക്കോ നിർദ്ദേശിച്ചതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ, ഇത് നിങ്ങളിതൊന്നും പറയേണ്ട കാര്യമില്ല, ഇതൊക്കെ ഒരു കമ്മിറ്റി ഉണ്ട് ഇവിടെ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഔട്ട്റൈറ്റ് ആയിട്ട് പറയുന്ന നിലയാണ് അദ്ദേഹത്തിനോട് പോലും ഉണ്ടായത്. അങ്ങനത്തെ സാഹചര്യത്തിൽ, അങ്ങനത്തെ ഘട്ടത്തിൽ ചാക്കോയ്ക്ക് പിന്നെ മുമ്പിൽ മറ്റ് വഴികളില്ല. വഴികൾ അടയുന്ന ഒരു തുറവിയില്ലാത്തൊരു പാർട്ടിയിൽ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ സങ്കടം. ഞാൻ മനസ്സിലാക്കിയത് ആ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാർട്ടിയിലേക്ക് പോയി അവിടെ വലിയൊരു ഉന്നതമായ പദവി ഏതാനും ദിവസങ്ങളും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. വളരെ നല്ലൊരു ഓപ്ഷനാണ് ശ്രീ PC ചാക്കോ ചെയ്തത്. അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം LDFന് ഉണ്ടാവുകയും ചെയ്യും. വളരെ നല്ല കാര്യവുമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞ പോലെ PC ചാക്കോയുടെ രാഷ്ട്രീയത്തിന് കോൺഗ്രസിനുള്ളിൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ, മുരടിച്ച അവസ്ഥയിൽ നിന്ന് വളരെ വലിയ ഉത്തരവാദിത്വങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു പുതിയ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിലേക്ക് മാറട്ടെ. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് അവകാശപ്പെടുന്ന വിജയസാധ്യത വരും ദിവസങ്ങളിലും വരും കാലത്തും വലിയ ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിലും തർക്കമില്ല. അതിലേറ്റവും വലിയ തർക്കം ഉന്നയിച്ചത് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇരിക്കൂറിൽ ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പും ഈ പട്ടികയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലും തർക്കമൊഴിയാത്ത കോൺഗ്രസിനെ കുറിച്ചാണ് സംസാരിച്ചത്. വളരെയധികം നന്ദി 3 അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം 9 PM അക്ഷയ് എത്തും.